കഥയ മമ്മിയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞു മൊസാദിൻ്റെ കഥകൾ കുറച്ച് ദിവസം പറയാമെന്ന്. മൊസാദിൻ്റെ ഇന്നലെ പറഞ്ഞ കഥകൾ പ്രേക്ഷകർക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഒരുപാട് ആളുകൾ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്തു. ഇന്നും മൊസാദിൻ്റെ ഒരു കഥ പറയുകയാണ്. മൊസാദിൻ്റെ കഥ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ലോകത്ത് മൊസാദ് നടത്തിയ ചില ഓപ്പറേഷനുകളെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹമാസിൻ്റെ തലവൻ കൊല്ലപ്പെട്ടു ഒക്കെ മൊസാദിൻ്റെ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ ഇന്നത്തെ കഥ മൊസാദ് നടത്തിയ ഒരു മോഷണത്തെക്കുറിച്ചാണ്. ആ കഥയുമായാണ് ഇന്നത്തെ കഥയ മമ്മിയിൽ രാമേന്ദ്ര സാർ വന്നിരിക്കുന്നത്. രാമേന്ദ്ര സാർ, കഥയ മമ്മിയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്താണ് പുതിയ കഥ? പുതിയ കഥ ഒരു MiG-21 MiG-21 റഷ്യയുടെ വലിയ പ്രസിദ്ധി നമുക്കുണ്ടല്ലോ. നമ്മൾ ആ MiG-21 കൊണ്ടാണ് അമേരിക്കയുടെ F-16 അടിച്ചിട്ടത്. അതെ, ആ MiG-21 ഈ മോഷ്ടിച്ച കഥയാണ്. മോഷ്ടിച്ചോ? ഇറാഖിൽ നിന്ന് വിമാനം മോഷ്ടിച്ചോ? വിമാനം മോഷ്ടിക്കുന്നത് എങ്ങനെ എന്നുള്ളത് അല്ല, നമ്മുടെ അത് വലിയ കാര്യമൊന്നുമില്ല. സമീപകാലത്ത് നമ്മുടെ നാട്ടിൽ KSRTC ബസ് മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അത് പലതവണ കേട്ടിട്ടുണ്ട്. ഇന്നാൾ കേട്ടു ഒരു വയനാട് ഭാഗത്തും കണ്ടാണ് റോഡ് റോളർ മോഷ്ടിച്ചുകൊണ്ട് പോയി. ആരെങ്കിലും ചവിട്ടി മതിക്കാൻ. അതെ അതെ. ഇത് 1960കളിൽ ശീതസമരം നടക്കുകയാണല്ലോ, അമേരിക്ക സോവിയറ്റ് യൂണിയൻ. അപ്പോൾ ശീതസമരകാലത്ത് അമേരിക്കയ്ക്ക് ഈ MiG-21 പ്രത്യേകതകളൊക്കെ എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. അത് അപ്പോൾ കൈ കിട്ടിയാലല്ലേ എന്തെങ്കിലും പരിശോധിക്കാനൊക്കെ പറ്റുള്ളൂ. ഇസ്രയേലിനും കൂടുതൽ വികസിതമായ ഒരു വിമാനം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വേണം, അറിയണം. അപ്പോൾ തുല്യ ദുഃഖിതരാണ്, അവർക്ക് കിട്ടുന്നില്ല ഇത്. അറബ് രാജ്യങ്ങളാണെങ്കിൽ റഷ്യയുടെ ക്ലയൻസാണ്. ഇന്ത്യയൊക്കെ പോലെ തന്നെ അറബ് രാജ്യങ്ങൾക്കൊക്കെ കിട്ടുന്നുണ്ട് മിഗ്. അങ്ങനെ ഇറാഖിനും കണ്ടീഷനുണ്ട്. അവർക്ക് കൊടുക്കുന്ന സാധനം മറ്റു രാജ്യങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല. അങ്ങനെ കരാറൊക്കെ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അതെ, അപ്പോൾ ഇറാഖിന് 5 ഉണ്ട് MiG-21. അപ്പോൾ അവർക്ക് ആധുനിക ടെക്നോളജി കൈവശമുണ്ട്, നമുക്കില്ലല്ലോ എന്ന് ഇസ്രയേലിനൊരു വിഷമം. അതെങ്ങനെയെങ്കിലും കൈവശപ്പെടുത്തണം MiG-21 ഒരെണ്ണം എന്ന് തീരുമാനിച്ചു. അമേരിക്കയോടും ഇത് അവർ ഷെയർ ചെയ്തു. ഇങ്ങനെ ഒരെണ്ണം നിങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് തരണം എന്നുള്ളത് അമേരിക്കയും പറഞ്ഞു. അതെ, ഓപ്പറേഷൻ ഡയമണ്ട് എന്നാണ് അതിൻ്റെ പേര്. മൊസാദ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ 1963 ഓപ്പറേഷൻ 2 തവണ ഈജിപ്തിലും ഇറാഖിലും അവർ വ്യോമസേന പൈലറ്റുമാരെ ചാക്കിടാനായിട്ട് നോക്കി. ആ 2 തവണയും പരാജയപ്പെട്ടു. എന്ന് മാത്രമല്ല, ഈജിപ്തിൽ മൊസാദിൻ്റെ ഏജൻറ്റ് ജീൻ തോമസ് എന്ന് പറഞ്ഞൊരാളായിരുന്നു. അയാൾ ഇതിന് പോയിട്ട് അവിടെ പിടിക്കപ്പെട്ടു. കാരണം ഇയാൾ സമീപിച്ച പൈലറ്റ് ആദിബ് ഹന്ന എന്ന് പറഞ്ഞ പൈലറ്റ് തന്നെ ഇയാളെ ഒറ്റിക്കൊടുത്തു. അയാൾ ഈജിപ്തിനോട് സ്നേഹമുള്ള ഒരാളായിരുന്നു. പിടിച്ചിട്ട് ഇയാളെ ജീൻ തോമസിനെ തൂക്കിക്കൊന്നു. ഓ, അത് ശരി. ഏജൻ്റായി പോയ ആളെ അവിടെ പിടിച്ച് അവിടെ തൂക്കിക്കൊന്നു. ഇറാഖ് പൈലറ്റുമാരുടെ കാര്യത്തിൽ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പൈലറ്റുമാർ ഇതിന് വഴങ്ങില്ല എന്നുള്ളതുകൊണ്ട് ആ 2 പൈലറ്റുമാരെയും ഇടിക്കുകയും തല്ലുകയും ഒക്കെ ചെയ്തു ഇസ്രയേൽ മൊസാദ് ഏജന്റുമാര്. ഇനി മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞിട്ട് മറ്റേ അനുഭവം ഉണ്ടല്ലോ, നിങ്ങൾ എന്തായാലും ഞങ്ങൾക്ക് തരുന്നില്ല, പക്ഷെ ഇതിനെപ്പറ്റി ആരോടും മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞിട്ടാണ് അടിയിടി പീഡനങ്ങൾ മർദ്ദനമൊക്കെ ചെയ്തത്. അത് കഴിഞ്ഞ് ഒരു ജൂതൻ യൂസഫ് എന്ന് പറഞ്ഞൊരാൾ ഈ മൊസാദിനോട് പറഞ്ഞു, നിങ്ങൾക്കിതൊരു പ്രത്യേക ആളിൽ നിന്ന് ഇത് കിട്ടാൻ സാധ്യതയുണ്ട്. ബാഗ്ദാദിൽ മുനീർ എന്ന് പറഞ്ഞിട്ടൊരാൾ, ഒരു പൈലറ്റ് ഉണ്ട്. ആ പൈലറ്റിനെ മുനീർ റാഫ, ആ പൈലറ്റിനെ സമീപിച്ചാൽ അയാൾ പല കാരണങ്ങൾ കൊണ്ടും ഇറാഖിനോട് ക്ഷുഭിതനായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അയാളെ സമീപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞു. അയാളുടെ പേര് യൂസഫ് എന്നാണ്. ഈ വിവരം കൊടുത്ത ആൾ യൂസഫ് എന്ന് പറഞ്ഞൊരു ജൂതൻ. അയാൾ 10 വയസ്സ് മുതൽ ഒരു മാരണൈറ്റ് ക്രിസ്ത്യൻ കുടുംബത്തിൽ, മാരണൈറ്റ് സഭ എന്ന് പറഞ്ഞാൽ സിറിയയിലെ ക്രൈസ്തവരാണ്, അങ്ങനെ ഒരു വീട്ടിൽ വേലക്കാരനായിട്ട് ജോലിയാണ്. അയാളുടെ കാമുകിയുടെ കൂട്ടുകാരിയാണ് ഈ പൈലറ്റിൻ്റെ ഭാര്യ. അപ്പോൾ ബന്ധപ്പെടാൻ സൗകര്യമുണ്ട്.
ഈ ഏജൻറ്റിന്. അങ്ങനെ പരിചയപ്പെടുത്തി കൊടുത്തു. ഇയാൾ മുനീർ റാഫയെ അവർ പോയി കണ്ടു. അപ്പം മുനീർ റാഫയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് പല കാര്യങ്ങളിലും അയാൾക്ക് ട്രാൻസ്ഫർ കൊടുക്കില്ല. അയാളുടെ ഇന്ധനങ്ങൾ ഈ കൊടുക്കുന്ന വിമാനത്തിൻ്റെ ഇന്ധനം മുഴുവൻ ഫില്ല് ചെയ്യില്ല. അപ്പോൾ കുറച്ച് മാത്രമേ പറക്കാനൊക്കെ പറ്റുള്ളൂ. വീട്ടിൽ നിന്ന് വളരെ ദൂരെയാണ് അയാൾ പോസ്റ്റ് ചെയ്തിരുന്നത് പൈലറ്റായിട്ട്. ഇതിൽ അയാൾക്ക് വിഷമമുള്ളതുകൊണ്ട് ഇയാളെ സമീപിച്ചിട്ട് മൊസാദ് ഏജൻറ്റുമാർ യൂറോപ്പിലേക്ക് ക്ഷണിച്ചു. നമുക്കൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കണ്ടു. ഇസ്രയേലിൻ്റെ മന്ത്രി മേയർ അമീർ എന്ന് പറഞ്ഞ ആൾ തന്നെ ഈ ഒരു ഹോളിൽ കൂടി ഈ മൊസാദ് ഏജൻറ്റുമാർ ഇയാളുമായിട്ട് നടത്തുന്ന ചർച്ച നിരീക്ഷിച്ചു കൊണ്ടിരുന്നു എന്നാണ് ഇതിനെ സംബന്ധിച്ച ചരിത്രത്തിലൊക്കെ കാണുന്നത്. അത് കഴിഞ്ഞ് ഇസ്രയേലിൽ പോയി ഇയാൾ. ഇസ്രയേലിൽ പോയിട്ട് ഇയാളുടെ വിമാനം ഈ മിഗ് കൊണ്ടുവന്ന് ഇറക്കേണ്ട ഹാറ്റ്സോർ എന്ന് പറഞ്ഞ വ്യോമത്താവളം അതൊക്കെ നിരീക്ഷിച്ചു, പരിശോധിക്കുകയൊക്കെ ചെയ്തു. അവിടെയാണ് ഇറക്കേണ്ടതെന്ന് അവർ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തു. ഗ്രൗണ്ട് വർക്കെല്ലാം ഫലപ്രദമായി ചെയ്തു, വളരെ ക്ലീനായിട്ട് ചെയ്തു. അത് കഴിഞ്ഞ് 1966 ഓഗസ്റ്റ് 16 ഈ ഗ്രൗണ്ട് ക്രൂ ഉണ്ടല്ലോ, ഈ ഇന്ധനമൊക്കെ നിറയ്ക്കുന്നത്, അവരോട് സാധാരണ നിയമപ്രകാരം പറ്റില്ലെങ്കിലും ഫ്യുവൽ ടാങ്ക് മുഴുവൻ ഇന്ധനം നിറച്ച് തരണം എന്ന് പറഞ്ഞു. അവർക്ക് എത്രയാണ് ഓഫർ ചെയ്തിരുന്നതെന്ന് നമുക്കറിയില്ല. എന്തായാലും അവർ ഫുള്ള് നിറച്ച് കൊടുത്തു. ഈ പൈലറ്റിന് മുനീറിന് ഓഫർ ചെയ്തിരുന്നത് $10 ലക്ഷം ആണ്. 8.3 കോടി വരും. ഇന്നത്തെ കൺവെർഷൻ റേറ്റിൽ കോടി രൂപ വരും. $10 ലക്ഷം അവിടുത്തെ പൗരത്വം ഇസ്രയേലിൽ കുടുംബത്തിന് കൊണ്ടുപോകും, അവിടെ ജോലി കൊടുക്കും. ഇത്രയും ഓഫറിലാണ് അയാൾ വീണത്. അന്ന് ഇത് ഇന്ധനം നിറച്ചിട്ട് 900 കിലോമീറ്റർ ഉണ്ട് അവിടെ നിന്ന്. അത് ഈ 6 ആകായിട്ടാണ് ഈ MiG-21 ഇയാൾ ഓടിച്ചത് എന്ന് പറയുന്നുണ്ട്. ഇറാഖ്, ജോർദാൻ എന്നിവയുടെ റഡാറിനെ വെട്ടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വളഞ്ഞ് അയാൾ പോയത്. വെട്ടിച്ചു പോയി. അവസാനത്തെ ഡ്രോപ്പ് ഫ്യൂവല് ഉള്ളപ്പോഴാണ് ഞാൻ അവിടെ ചെന്നത്. അതാണ് ഞാൻ ചോദിക്കാൻ പോവുകയാണ്. ഈ ഇത്രയും ദൂരം ഒരു വിമാനം അടിച്ചുകൊണ്ട് പോകാം, പക്ഷെ അതിനകത്ത് ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് പോകാനുള്ള ഫ്യൂവൽ ഉണ്ടാകുമോ എന്നുള്ളതാണ്. മാത്രമല്ല റീഫ്യൂവലിംഗ് ഫെസിലിറ്റി എന്ന് പറഞ്ഞിട്ട് വേറൊരു രാജ്യത്ത് ഇറങ്ങാനും പറ്റില്ല. ഇങ്ങനത്തെ ഒരു സംഗതിയാണ്. ഭയങ്കര റിസ്ക് ആയിരുന്നു അത്. അപ്പോൾ അവസാനത്തെ ഡ്രോപ്പിലാണ് ഞാൻ ചെന്ന് അവിടെ ഇറങ്ങിയതെന്ന് അയാൾ പിന്നീട് പറഞ്ഞു. ജോർഡാൻ റഡാർ ഇടയ്ക്ക് വെച്ച് ഇതിങ്ങനെ എന്തോ വന്നു കഴിഞ്ഞപ്പോൾ സിറിയയിലേക്ക് വിളിച്ചിരുന്നു ജോർദാൻ. ഇങ്ങനെ നിങ്ങളുടേതാണെന്ന് തോന്നുന്നൊരു വിമാനം നമ്മുടെ സ്പേസിൽ കാണുന്നുണ്ട്, അത് നമ്മുടെ വിമാനം തന്നെയാണ്, പരീക്ഷണ പറക്കൽ നടത്തുന്നതെന്ന് സിറിയെന്ന് പറയുകയും ചെയ്തിരുന്നു. അതെന്താ അങ്ങനെ പറഞ്ഞത്? എന്തോ അങ്ങനെ അവരുടെ ഏത് വിമാനം പോകുന്നു ഒരു വിവരമില്ലാതെ അങ്ങനെ പറഞ്ഞു എന്നാണ് പറയുന്നത്. അതും ചിലപ്പോൾ മൊസാദിന്റെ ഓപ്പറേഷൻ ആയിരിക്കാം. അങ്ങനെയും വരാം. അവിടെയുള്ള ആളുകളെ എല്ലാ ഭാഗവും അടക്കണമല്ലോ. റഡാർ സ്റ്റേഷനുകളിലെ ആളുകളെ ബ്രൈബ് ചെയ്തിട്ട് ചോദ്യം വരുവാണെങ്കിൽ നമ്മുടെ ആണെന്ന് പറയുക. അതെ, അങ്ങനെ പറഞ്ഞാൽ മതി കേട്ടോ എന്ന് പറഞ്ഞിട്ട് ചില്ലറ കിട്ടും. അപ്പോൾ ഇറാഖില് ഈ മൊസാദ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ മുനീറിന്റെ കുടുംബത്തിനെ വാനുകളിൽ ഇറാൻ അതിർത്തിയിൽ കൊണ്ടാക്കി. അപ്പോൾ കുർദിഷ് ഗറിലകൾ ഈ കുടുംബത്തിനെ ഇറാനിൽ എത്തിച്ചു. ഈ മുനീറിന് വേറൊരു വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളെയാണ് നിരന്തരം ഇറാഖ് ഈ കുർദിഷ് ഗറിലകളുടെ മുകളിൽ ബോംബിടാനായിട്ട് ഉപയോഗിച്ചിരുന്നത്. മിഗ് പോയിട്ട് നീ ബോംബിട്ട്, ഇയാളെ നിരന്തരം ഈ കുർദിഷുകളെ ബോംബിട്ട് കൊന്നുകൊണ്ടിരിക്കണം. അതിലും അയാൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇവിടെ കുർദിഷ് ഗറിലകൾ സഹായിച്ചു അയാളുടെ കുടുംബത്തിനെ. അതിർത്തിയിൽ മൊസാദ് കൊണ്ടാക്കി കുടുംബത്തിനെ അവർ ഇറാൻ്റെ അകത്ത് ഇവിടെ എത്തിച്ചു. അവർ ഇസ്രായേലിലേക്ക് കുടുംബം അവിടെ നിന്ന് പറക്കുകയും ചെയ്തു. ഭാര്യ ബെറ്റിയും മറ്റുള്ളവരും 2 മാസം കഴിഞ്ഞ് അഭയം കൊടുത്തു. അഭയം കൊടുത്തു. അത് നേരത്തെ പറഞ്ഞിരുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ നേട്ടമല്ലേ, ഒരു വലിയ വിമാനം, മിഗിൻ്റെ രഹസ്യങ്ങൾ അറിയാൻ പറ്റുന്നു.
അത് സൈനികമായി കുടുംബത്തിന് കൊണ്ടുപോകും, ജോലി കൊടുക്കും, $10 ലക്ഷം കൊടുക്കുന്നു, നേരത്തെ തന്നെ പറഞ്ഞാണ്. അതൊക്കെ അവർ പാലിക്കുമല്ലോ. 2 മാസം കഴിഞ്ഞു. 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇസ്രയേൽ ഇത് അമേരിക്കയ്ക്ക് കടം കൊടുത്തു. നമ്മുടെ ആവശ്യം കഴിഞ്ഞ് നിങ്ങൾ കൊണ്ടുപോകും, കുറച്ച് നാൾ നിങ്ങൾ വെച്ചോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അത് തിരിച്ചു വന്നു. ഇസ്രയേലിൽ ഈ മിഗിനെ കൊടുത്ത നമ്പർ 007, ജെയിംസ് ബോണ്ടിന്റെ നമ്പർ മനഃപൂർവ്വം ചെയ്തതാണ്. ജെയിംസ് ബോണ്ടിൻ്റെതായത് തന്നെ ഈ അന്ന് മിഗില് ഭരണകൂടം മാറിയിരുന്നു. അവിടെ ഇറാഖില് ഭരണകൂടം മാറിയിട്ട് ജമി റൂഫ അധികാരമേറ്റിരുന്നു. അന്ന് പഴയ ഭരണകൂടത്തിൻ്റെ വ്യോമസേനയിൽ ഉണ്ടായിരുന്ന 5 പേരെ മാത്രമേ ഈ മിഗ് പൈലറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നിലനിർത്തിയിരുന്നുള്ളൂ. അതിലൊരാളായിരുന്നു ഈ മുനീർ. 5 പൈലറ്റുമാരിൽ ഒരാൾ വിശ്വാസത്തോടു കൂടി നിർത്തിയിരുന്നത്. ഇയാൾ ശരിക്കും അസീറിയക്കാരനായിരുന്നു എന്നാണ് കാണുന്നത്. കൽദായ കത്തോലിക്കനാണ്. നമ്മുടെ പൗലോസ് തിരുമേനിയുടെ കുന്നംകുളം കൽദായ ചുവന്ന ഉടുപ്പൊക്കെ ഇട്ട് സഖാവ് തിരുമേനി. അതെ, ലിബറേഷൻ തിയോളജി. അതെ ആയിരുന്നു. ഇപ്പൊ ഉണ്ടല്ലോ ബിഷപ്പ് മാറാപ്രേ. അതെ, കൽദായ സഭയിൽപ്പെട്ട ആളാണ്. അസീറിയനായിരുന്നു എന്നുള്ളതൊക്കെ ഇപ്പോൾ വ്യക്തമാണ്. അവിടെ ഈ മുസ്ലിം പേരുകൾ തന്നെയാണല്ലോ ക്രിസ്ത്യാനികൾക്ക് ഉണ്ടാവുക. മുമ്പ് ഇവിടെ സംഘർഷമൊക്കെ ഉണ്ടാകുമ്പോൾ അവിടുന്ന് വന്ന ഒരു ക്രിസ്ത്യാനി ബിഷപ്പിൻ്റെ പേര് അബ്ദുള്ള എന്നായിരുന്നു. കോട്ടയത്തൊക്കെ വന്നിരുന്നത്. 1959 മിഗ് ഉണ്ടാക്കി ഈജിപ്തിന്, സിറിയ, ഇറാഖ്, ഇതിന് റഷ്യ, സോവിയറ്റ് യൂണിയൻ പഴയത് കൊടുത്തിരുന്നത് 1959. എന്നിട്ട് ഈ മിഗ് ഉണ്ടല്ലോ, ഈ കിട്ടിയ മിഗ് 21 മോഷ്ടിച്ചു കൊണ്ടുവന്നത്, അത് വെച്ചിട്ടാണ് 1967 ആ 6 days വാർ, 6 ദിവസത്തെ യുദ്ധം എന്ന് പറഞ്ഞതിൽ ഇസ്രയേൽ ഗോലാൻ കുന്നുകളിൽ പോയിട്ട് ഈ മിഗ് ഉപയോഗിച്ചിട്ട് സിറിയയുടെ 6 MiG-21 വിമാനത്തിന് വെടിവെച്ചിട്ടു. അത് ശരി. ഒരു മിഗ് കൊണ്ട് 6 മിഗ് വിമാനത്തിന് വെടിവെച്ചിട്ടു. സിറിയയുടെ കയ്യിലുണ്ടായിരുന്ന 6 മിഗ്. അതെ, വ്യൂഹം കംപ്ലീറ്റ് അങ്ങോട്ട് തീർന്നു. അത് പരീക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല, അത് ഉപയോഗിക്കുകയും ചെയ്തു അല്ലേ? ഉപയോഗിച്ചു. അതൊരു വലിയ കാര്യമാണെന്ന് പിന്നീട് അമേരിക്ക പറയുകയും ചെയ്തിരുന്നു. ഏതായാലും ഒരു വിചിത്രമായ കഥയാണ്. അപ്പോൾ നമ്മളറിയാത്ത എത്രയോ കാര്യങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കഥയമ്മ എന്നുള്ള നമ്മുടെ ഈ പരമ്പരയിലൂടെ നമ്മളങ്ങനെ കേട്ട കാര്യങ്ങൾ തന്നെയാണെങ്കിലും നമ്മൾ അറിയാതെ പോയ കാര്യങ്ങളാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഗുരുവായൂർ കേശവൻ്റെ ഒരു സ്റ്റോറി ചെയ്തിരുന്നു. ഗുരുവായൂർ കേശവൻ അറിയാം, ഗുരുവായൂർ കേശവനെ അറിഞ്ഞുകൂടാത്ത മലയാളികളില്ല. പക്ഷേ അതിനകത്ത് ഗുരുവായൂർ കേശവനെക്കുറിച്ച് ഇതുവരെ ആരും കേട്ടിട്ടില്ലാത്ത, ഗുരുവായൂർ കേശവൻ്റെ പഴയ പേര് എവറസ്റ്റ് എന്നായിരുന്നു. അതുൾപ്പെടെ ഗുരുവായൂർ കേശവൻ എവിടുന്ന് വന്നു, എങ്ങനെ ഗുരുവായൂരപ്പന് സമർപ്പിക്കപ്പെട്ടു എന്നുൾപ്പെടെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മളതിൽ പറഞ്ഞത്. കാണാത്ത പ്രേക്ഷകരൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇങ്ങനെ കേട്ട കാര്യങ്ങളുടെ കേൾക്കാത്ത വശവും കേൾക്കാത്ത കാര്യങ്ങളുടെ സമഗ്രമായ ചിത്രവുമാണ് കഥയമ്മയിലൂടെ രാമേന്ദ്ര സാർ അവതരിപ്പിക്കുന്നത്. കഥയമ്മ അടുത്ത ദിവസങ്ങളിൽ തുടരും. പ്രേക്ഷകർ കഥയമ്മയ്ക്കൊപ്പം തുടരുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.